ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് ഇതാ വിശദീകരിക്കുന്നു തന്റെ നഫായിസുദ്ദുററിൽ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചില്ലേ നഫായിസുദ്ദുറർ? അതേ നഫായിസുദ്ദുററിൽ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് ഇത് വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നതിനെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോ ഉമർ ഖാദി പറയുന്നു, ലാദുൽ ബസീറത്തി നാമിറൻ നഹ്വൽ അസർ ബലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ അസർ. ശരിയായ ഉൾക്കാഴ്ചയുള്ള മഹാന്മാർ അവരടയാളം കൊള്ള നോക്കൂല, അടയാളത്തെ ഉണ്ടാക്കുന്ന അല്ലാഹുവിലേക്കാണ് അവരുടെ ചിന്ത. അപ്പോൾ അവര് പ്രവർത്തി കൊള്ളയല്ല നോക്കുന്നത്, പ്രവർത്തിക്കുന്ന അല്ലാഹുവിനെ കൊള്ളയാണ് നോക്കുന്നത്. അപ്പോൾ അവരെന്ത് വസ്തു കണ്ടാലും അത് കണ്ണിൽ പെടാത്തതുപോലെയാണ്, അവരെ മനസ്സിൽ അല്ലാഹു തന്നെയാണ്. ഉൾക്കാഴ്ചയില്ലാത്ത മരമണ്ടൂസന്മാർക്ക് ഇത് മനസ്സിലാവൂല, ഇത് ബുദ്ധിയുള്ള മഹാന്മാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സുബ്ഹാന മൻ ബിൽഇൻകിശാഫി ഖദ് ഇസ്തതർ വൽ ഖൽഖു കൽ ഖുഫാതി ഫീ മുഅ്ദിൽ ബസർ. അല്ലാഹു തആല അവൻ പരിശുദ്ധൻ തന്നെ, അവനെ അറിയിക്കുന്ന സൃഷ്ടികൾ ധാരാളം തന്നെ, അവൻ മറഞ്ഞു നിൽക്കുന്നവൻ തന്നെ. സൃഷ്ടികൾ കടവാതിലുകളെ പോലെ, കാഴ്ചയില്ലാത്തവർ തന്നെ. ഉമർ ഖാദി റഹിമഹുല്ലാ ഇത് പറഞ്ഞു. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ പൊട്ടൻ ദിക്റെന്ന് പറഞ്ഞത്. എന്നാ മൗലവി, നിങ്ങളെ പിന്നിൽ നിൽക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളൊന്ന് നന്നാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ആ ദിക്റിനെ കുറിച്ച് ഒന്ന് വിവരിക്കുന്നു. നിങ്ങൾ എന്നെ മുനാഫിഖാക്കിയില്ലേ? നിങ്ങൾ മനസ്സിലാക്കിയത് അതിന്റെ മറുപടി പറയാൻ പേരോടിൽ കഴിയാനിട്ടാണെന്നാണോ? എന്നാ മൗലവി ശരിക്കും മനസ്സിലാക്കി വെച്ചോ, ഇത് മഹാന്മാരായ ഔലിയാക്കളുടെ ത്വരീഖത്ത് അഥവാ ത്വരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയിദത് ലികിതാബി റബ്ബി വൽ ഹദീസ് തഅസ്സുലാ. ശരിയായ ശൈഖന്മാരെ ത്വരീഖത്ത് മുഴുവനും ഖുർആനും ഹദീസും അനുസരിച്ചുള്ളതാണ്. ആ ത്വരീഖത്തിൽ കടന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവർ ത്വരീഖത്തിന്റെ ശൈഖാണ്. ബഹുമാനപ്പെട്ടവരും ബീരാൻ ഔലിയപ്പ പറഞ്ഞ ഇതേ കാര്യം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ അംഗീകരിക്കുന്ന മുഹീദ്ദീൻ ശൈഖിന്റെ ഫത്ഹുർ റബ്ബാനിയിൽ ഇതേ ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? പക്ഷേ മൗലവിമാര് കിതാബോധാതെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് ഔലിയാക്കളെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് എന്തൊരു ഗതികേടാണ്. ഞാനൊന്ന് കേൾപ്പിക്കാം, കേട്ടോളൂ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുർ റബ്ബാനിയിൽ അതിന്റെ 258-ാമത്തെ പേജിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. ഓ മോനെ, അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതൊക്കെ നീ സ്വീകരിച്ചോ? അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചതൊക്കെ നീ കൈയൊഴിച്ചോ? നിങ്ങൾ കൈയൊഴിച്ചോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതൊക്കെ സ്വീകരിച്ചോ? ഈ അർത്ഥം വരുന്ന ആയത്ത് കൊടുത്തിട്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, ഇംതസിലു അംറല്ലാഹി വ അംറ റസൂലിഹി. നിങ്ങൾ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ സ്വീകരിച്ച് ജീവിക്കുക. ഇഅ്മലൂ ബിഹിമാ, നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. മാ ഫീ ഹാദിഹി ത്വരീഖി, എന്റെ ഈ ത്വരീഖിൽ ഇല്ല, എന്റെ ഈ ത്വരീഖത്തിൽ ഇല്ല. അനയില്ല, വലാ നഹ്ലു, നഹ്ലുവും ഇല്ല, ഞാനില്ല, നമ്മളില്ല. എന്റെ ഈ തരീഖത്തിൽ ഞാനില്ല, എന്റെ ഈ തരീഖത്തിൽ നമ്മളില്ല. മൗലവി മുമ്പ് ഞാൻ എന്ന് പറഞ്ഞ മുമ്പ് ഞാൻ കൽപ്പിച്ചില്ലേ? എന്റെ ഈ തരീഖത്തിൽ ഞാൻ എന്ന ഒരു വിചാരം ഇല്ല, നമ്മളെന്ന ഒരു വിചാരം ഇല്ല. ഇല്ല അന്ത അന്ത, നീ അല്ലാഹുവേ, നീ എന്ന അല്ലാഹുവിലേക്കുള്ള ഒരേ ഒരു ചിന്തയല്ലാതെ ഞാനെന്ന
ഞാനെന്ന ചിന്ത എന്റെ ത്വരീഖത്തിലില്ല, നമ്മളെന്ന ചിന്ത ഞങ്ങളെ ത്വരീഖത്തിലില്ല. നമ്മളെ മനസ്സ് പൂർണ്ണമായി നീ എന്ന നിലക്ക് അല്ലാഹുവിൽ ലയിച്ചത് തന്നെ. ഇത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. അത് തന്നെയാണ് പീരാൻ ഔലിയാപ്പാപ്പയും പറയുന്നത്. ലാ അന ഇല്ലാ അന്ത എന്ന് നിങ്ങൾ റിഫായി റാത്തീബിൽ ചൊല്ലാറില്ലേ? ലാ അന ഞാനില്ല, ഇല്ലാ അന്ത അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ, ഞാനൊരുള്ളതിൽ പറയാനില്ല എന്ന് സാരം. എന്റെ ഉണ്ടാകലിൽ പറയാനില്ല. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹുവാണ്. ഇതാണ് ലാ അന ഇല്ലാ അന്ത. ഇത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ വിവരിക്കുന്നു. ഈ മുഹീദ്ദീൻ ശൈഖ് പൊട്ടനാണോ മൗലവി?